ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എപ്പോഴേലും കുറഞ്ഞു കഴിഞ്ഞാൽ അവളപ്പോൾ തന്നെ അവൾ സൂചന തരാറുണ്ട്. ചേട്ടാ ഞങ്ങളായിട്ട് മിണ്ടാറില്ല, ഇപ്പോൾ സംസാരമില്ല. കൂടുതൽ എനിക്ക് എൻ്റെ മിനിസ്ട്രിയോടോ ബന്ധപ്പെട്ടോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ബിസി ആകുമ്പോൾ അവൾ എനിക്ക് ഇൻഡിക്കേഷൻ തരാറുണ്ട്. ചേട്ടാ എനിക്ക് സ്പേസ് തരണം. അപ്പോൾ ഞാൻ ബോധപൂർവ്വം ഞാൻ തന്നെ ചില കാര്യങ്ങൾ കട്ട് ചെയ്യും. ഈ കാര്യങ്ങളിൽ ഇപ്പം ഞാനില്ലെങ്കിലും അവിടെ പല കാര്യങ്ങളും സംഭവിക്കും. ഇപ്പം ഞാൻ തന്നെ വേണമെന്നില്ല. ഇപ്പം ഞാനില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രളയം എന്നുള്ള സാധനമാണെങ്കിൽ അതെന്തോ നമ്മുടെ കുറവാണ്. ഏത് ശുശ്രൂഷകൾക്ക് പോകുമ്പോഴും ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഡീന ഇല്ലാതെ ഒരു മീറ്റിങ്ങുകൾക്കും ഡീന മക്കളില്ലാതെ ഒരു ശുശ്രൂഷകളും ഞാനിപ്പോൾ ഏറ്റെടുക്കാറില്ല. ഞങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയങ്ങൾ എപ്പോഴാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഉത്തരങ്ങളൊന്നുമില്ല. അത് ആ 1 മന്ത് പോയ ആഫ്രിക്കൻ 1 മന്ത് മിഷൻ തന്നെയായിരുന്നു. അന്ന് പോയ സമയങ്ങളിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിച്ചത്. പക്ഷെ ഇത് നമ്മൾ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ശരിക്കും നമ്മളൊരു ഒറ്റപ്പെട്ട, അപ്പോൾ ആ അവസ്ഥയിൽ ശരിക്കും നമുക്ക് അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കാനും ഹസ്ബൻഡിനെ ആയാലും മക്കളെ ആയാലും അതിനേക്കാളുപരി ദൈവത്തിന് മുന്നിൽ കുറച്ചുകൂടിയും നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അത് കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ റെഡി ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളൊക്കെ അതിനനുസരിച്ചിട്ട് ഹോം സ്കൂളിങ്ങൊക്കെ ഞങ്ങൾ എക്യുപ്ഡ് ആക്കി വെച്ചിട്ടുള്ളത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട മഡ്ജുഗുരിയിൽ പോകണമെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കുന്ന സമയം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുമായിരിക്കും. ഒരു ദിവസം ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ, സാറ്റർഡേ കിട്ടുന്നുണ്ടെങ്കിൽ 6 മണി മുതൽ അടുത്ത 6 മണി 12 മണിക്കൂറുള്ളത് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. അതിനൊരു പ്രയർ ഡേ വെക്കും. വേറെ ഇൻറ്റൻഷനൊന്നുമില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രാർത്ഥന റിക്വസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ആ 12 മണിക്കൂറിനെ ഞങ്ങൾ ഈ 6 പേര്, 5-ാമത്തെ അത്ര പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് 6 പേർക്കും അസൈൻഡ് സമയം കൊടുക്കും. എന്നിട്ട് കർത്താവുമായിട്ട് വെറുതെ ജാഗരിച്ച് ആരാധന പോലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഈ ഒരു ഹോളി കമ്മ്യൂണിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾ പുതിയ നിയമം മുഴുവൻ ഞങ്ങൾ അപ്പനും മക്കളും എല്ലാവരും വൈഫും ഒക്കെ ഞങ്ങൾ ഓരോ അധ്യായങ്ങൾ ഇരുന്നിട്ട് എഴുതുന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല. ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ നിയോസ് ഉണ്ടായിരുന്നു, സീറ്റൺ അമേരിക്കൻ കരിക്കുലമായ സീറ്റൺ ഉണ്ടായിരുന്നു, പിന്നെ റോബിൻസൺ കരിക്കുലം, അങ്ങനെ 2-3 കരിക്കുലങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തത് നിയോസ് ആയിരുന്നു. സീറ്റണൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ അത് കുറച്ച് എക്സ്പെൻസീവും കൂടിയാണ്. റോബിൻസനും കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ നിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിയോസാണ് നമ്മൾ ചെയ്തത്. 14 വയസ്സായി കഴിഞ്ഞാലാണ് ഇവർക്ക് ബോർഡ് എക്സാം വേണമെങ്കിൽ എഴുതാം, 10th എഴുതാം. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ മോളിനെ എഴുതിച്ചത്. ബാക്കിയുള്ളവർക്ക് നമ്മൾ വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ച് അവരെ പരീക്ഷ എഴുതിക്കുകയാണ്. അവർക്ക് നമുക്ക് പൈസയുടെ ചിലവൊന്നുമില്ല. 10th എഴുതുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്താനും അതിനൊക്കെയുള്ള ഓൺലൈനിലായി പഠിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഇതൊക്കെ വരുന്നത്. നമ്മൾ മക്കളിൽ ഉള്ള കഴിവുകൾ നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള കുറച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സിലബസാണ്. പിന്നെ ഇന്ത്യയിൽ വെച്ച് നമുക്ക് ചെയ്യാം. ഹോം സ്കൂളിങ്ങിന് NCERTയുടെ അപ്രൂവൽ ഉണ്ട്. റീസെൻ്റ്ലി ഇപ്പോൾ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇത് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്നോടും കുറേ പേര് പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അങ്ങനെ വരും ഇങ്ങനെ വരുന്നു. ദൈവം സഹായിച്ച് ഇതുവരെ ഞാൻ ഓക്കെയാണ്. എനിക്ക് യാതൊരു അസുഖങ്ങളോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഉഷാറായോന്നറിയില്ല. നമ്മൾ ഈ ചെറിയ 2 വയസ്സുള്ള കുട്ടിയുടെ പിന്നാലെ ഓടി നടന്ന് നമ്മൾ കുറച്ചുകൂടി എനർജി കൈവന്നേക്കുക. പിന്നെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു, അതിനുശേഷം അടുത്ത ആൾ വന്നു. ഇതുവരെ എനിക്ക് കുഴപ്പമേ ഉണ്ടായിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഞങ്ങൾ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു.